ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട്മെന്റ് നടത്തിയ IS കേരള മൊഡ്യൂൾ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. മലയാളികൾ ഉൾപ്പെടെ 8 പേർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ താന സ്വദേശികളായ മിഴ സിദ്ദിഖ്, ആയിഷ എന്ന ഷിഫ ഹാരിസ് എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ദില്ലി കോടതിയിൽ NIA കുറ്റപത്രം സമർപ്പിച്ചത്. ഇവരെ രണ്ടുപേരെയും കണ്ണൂരിലെ താനയിലെ വസതിയിൽ നിന്നാണ് NIA ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ മിഴ സിദ്ദിഖ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് പോയി ISൽ ചേരാൻ ശ്രമിച്ചതായും NIA പറയുന്നു. ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും യുവാക്കളെ തെരഞ്ഞെടുത്തയക്കാൻ സഹായം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് NIA IS കേരള മൊഡ്യൂൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. മലയാളികൾ ഉൾപ്പെട്ട സംഘം ടെലഗ്രാം, ഹൂപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഭീകര സംഘടനകൾക്കായി പ്രചരണം നടത്തുകയും യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തുവെന്നുമാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മലയാളികൾക്കെതിരെ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മലപ്പുറം സ്വദേശി മുഹമ്മദ് അമീൻ എന്ന അബു യാഹിയ, കണ്ണൂരിൽ നിന്നുള്ള മുഷബ് അൻവർ, കൊല്ലം സ്വദേശി റഹീസ് റഷീദ് എന്നിവർക്കെതിരെയാണ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. സിറിയയിലും ഇറാഖിലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തകർച്ചയ്ക്ക് ശേഷം മുഹമ്മദ് അമീൻ 2020 മാർച്ചിൽ കാശ്മീരിലെത്തി. റഹീസ് റഷീദിന്റെ കൂടി സഹായത്തോടെ കാശ്മീരിൽ നിന്ന് ധനസമാഹരണം നടത്തിയെന്നും NIA വ്യക്തമാക്കുന്നു. പ്രതികൾക്കെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങളുടെ പ്രചരണം, ഭീകര സംഘടനയിലേക്ക് ധനസമാഹരണം നടത്തൽ, സമാന മനസ്കരായ യുവാക്കളെ റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾ കണ്ടെത്തിയതായി NIA കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെഗിന ന്യൂസ് ബ്യൂറോ, ദില്ലി.